ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്ത് കൊലപാതക ശ്രമങ്ങളും വർദ്ധിക്കുന്നതായി കണക്കുകൾ. കോഴിക്കോട് ജില്ലയിൽ മാത്രം കഴിഞ്ഞ 3 മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്തത് 4 കൊലപാതകങ്ങളും 15 കൊലപാതക ശ്രമങ്ങളുമാണ്. ക്രൈം ബ്യൂറോയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. കൊലപാതകങ്ങളും അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. ഈ വർഷം മാർച്ച് വരെ മാത്രമുള്ള കണക്കനുസരിച്ച് ജില്ലയിൽ 4 കൊലപാതകങ്ങളും 15 കൊലപാതക ശ്രമങ്ങളുമാണ് ഉണ്ടായത്. കൂടാതെ തട്ടിക്കൊണ്ടുപോകൽ, മോഷണം, വഞ്ചന, ലൈംഗിക അതിക്രമം തുടങ്ങി ഏപ്രിൽ വരെ 8549 ക്രൈം കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2024 റിപ്പോർട്ട് ചെയ്തത് 25 കൊലപാതകങ്ങളും 125 കൊലപാതക ശ്രമങ്ങളുമാണ്. 2023 14 കൊലപാതകങ്ങളും 50 കൊലപാതക ശ്രമങ്ങളുമായിരുന്നു. 2022 ഇത് യഥാക്രമം 19, 42 എന്നിങ്ങനെയായിരുന്നു. 2021 17 കൊലപാതകങ്ങളും 30 കൊലപാതക ശ്രമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ജില്ലാ ക്രൈം ബ്യൂറോയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. സിറ്റി പരിധിയെ അപേക്ഷിച്ച് റൂറൽ പരിധിയിലാണ് കുറ്റകൃത്യങ്ങളിൽ വർധനവ് ഉണ്ടായിട്ടുള്ളത്. മറ്റു കേസുകളുടെ എണ്ണത്തിലും വലിയ വർധനവാണ് ഉള്ളത്. 2024 28,609, 2022 2,320, 2021 27,601 എന്നിങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്ത മറ്റു കുറ്റകൃത്യ കേസുകളുടെ എണ്ണം. ഇത്തരം കേസുകളിൽ പിടിക്കപ്പെടുന്നവരിൽ അധികവും ലഹരിക്ക് അടിമകളായിട്ടുള്ളവരാണെന്ന് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നു. കോഴിക്കോട് ടൗൺ, പന്നിയങ്കര, ചെമ്മങ്ങാട്, മാറാട് തുടങ്ങിയ സ്റ്റേഷനുകളിലായി മോഷണത്തിനും മയക്കുമരുന്ന് ഉപയോഗിച്ചതിനും അടിപിടി നടത്തിയതിനും പൊതുസ്ഥലത്ത് മദ്യം ഉപയോഗിച്ചതിനും മറ്റുമായി നിരവധി കേസുകൾ നിലവിലുണ്ട്. കൂടാതെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 10ാം ക്ലാസ്സുകാരൻ കൊല്ലപ്പെട്ടതും മനസാക്ഷിയെ ഞെട്ടിച്ച വാർത്തയായിരുന്നു. പോലീസിന്റെയും എക്സൈസിന്റെയും അടക്കം വീഴ്ചയാണ് ഇത്തരം സാഹചര്യം ഒരുക്കുന്നതെന്ന വിമർശനമാണ് ശക്തമാകുന്നത്. ജനം, കോഴിക്കോട്.